ഉത്തർപ്രദേശിൽ സഖ്യമുണ്ടാക്കുമെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഊന്നി പറഞ്ഞിരിക്കുകയാണ്. ബിജെപിയെ തോൽപ്പിക്കാൻ സാധിക്കുന്നവർക്ക് സീറ്റ് നൽകുമെന്നും ബിജെപിയെ പരാജയപ്പെടുത്തുകയെന്നതാണ് പ്രധാന ലക്ഷ്യമെന്നും നേതാവ് എടുത്തു പറയുന്നുണ്ട്. ഏതെങ്കിലും സ്ഥാനാർത്ഥിയോട് പ്രത്യേക താല്പര്യമുണ്ടാകില്ലെന്നും അഖിലേഷ് യാദവ് പ്രത്യേകം പറഞ്ഞു വെക്കുന്നുണ്ട്. ഉത്തർപ്രദേശ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 16 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സമാജ്വാദി പാർട്ടി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ ഭാര്യയും പാർട്ടി നേതാവുമായ ഡിംപിൾ യാദവ് മെയിൻപുരി മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഷാഫിഖുർ റഹ്മാൻ സാമ്പൽ, രവിദാസ് മെഹ്റോത്ര ലക്നൗ, അക്ഷയ് യാദവ് ഫിറോസാബാദ്, ദേവേഷ് സാഖ്യ ഇറ്റ, ധർമ്മേന്ദ്ര യാദവ് ഭുദാൻ, ഇത്കർഷ് വർമ്മ ഖേരി, ആനന്ദ് ബദൌരിയ ദൗറാഹ, അനു ടണ്ടൻ ഉന്നാവോ, നാവൽ കിഷോർ ഫറൂഖാബാദ്, രാജാറാം പാൽ അക്ബർപൂർ, ശിവശങ്കർ സിംഗ് ബാന്ദ, അവാദേശ് പ്രസാദ് ഫൈസാബാദ്, ലാൽജി വർമ്മ അംബേദ്കർ നഗർ, രാംപ്രസാദ് ചൗധരി ബസ്തി, കാജൽ നിഷാദ് ഗോരഖ്പൂർ. ഇതാണ് SP ആദ്യം പുറത്തുവിട്ട പട്ടിക. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സമാജ്വാദി പാർട്ടി മറ്റൊരു മുന്നണി അംഗമായ കോൺഗ്രസുമായി സീറ്റ് ചർച്ചകൾ നടത്തി വരവെയാണ് 16 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 11 സീറ്റുകളാണ് കോൺഗ്രസിന് SP വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ 20 സീറ്റുകളാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ഉത്തർപ്രദേശിൽ കോൺഗ്രസും SP-യും തമ്മിൽ സീറ്റ് ചർച്ചകളെ ചൊല്ലി ചില അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. 20 സീറ്റുകളായിരുന്നു കോൺഗ്രസ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ 11 സീറ്റുകൾ നൽകാമെന്നായിരുന്നു SP അധ്യക്ഷൻ അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കൂടുതൽ സീറ്റ് കോൺഗ്രസിന് നൽകുന്നത് ഗുണകരമാകില്ലെന്ന നിലപാടാണ് SP-ക്കുള്ളത്. ഉത്തർപ്രദേശിൽ സഖ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെതായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെ അഖിലേഷ് യാദവ് പറഞ്ഞത്. ഇതിനിടെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളും പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം 16 പേരുടെ പട്ടിക പ്രഖ്യാപിച്ചതിൽ 11 പേർ OBC വിഭാഗത്തിൽ നിന്നും, മുസ്ലിം ദളിത് വിഭാഗത്തിൽ നിന്നും, താക്കൂർ വിഭാഗത്തിൽ നിന്നും ഓരോരുത്തരെയും SP പരിഗണിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്.